എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതവും ആധ്യാത്മികതയും. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യന്മാരിൽ നല്ലൊരു പങ്കും യുവാക്കളായിരുന്നു. പ്രത്യേകിച്ചും കലാശാല വിദ്യാർത്ഥികൾ. വീട്ടുകാരുടെ എതിർപ്പിനെ തൃണവൽഗണിച്ചാണ് അവർ ഗുരുപൂജ ചെയ്ത് ഗുരുകുലത്തിൽ കൂടിയത്. അതിലേറ്റവും അസാമാന്യ പാഠവുമുള്ള ശിഷ്യനായിരുന്നു സ്വാമി നരേന്ദ്രൻ. ധ്യാനത്തിൻ്റെ ഓരോ പടികൾ പിന്നിടുമ്പോഴും നരേന്ദ്രൻ ആധ്യാത്മികതയുടെ പടവുകൾ കയറുകയായിരുന്നു. യുക്തിബോധത്തിൽ അധിഷ്ഠിതമായിരുന്നു നരേന്ദ്രൻ. അദ്വൈത ദർശനവും ഗുരുഭക്തിയും ഇല്ലാതിരുന്ന നരേന്ദ്രൻ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രണ്ടിലും അഗ്രഗണ്യനായി മാറി. എല്ലാം ദൈവമയമെന്ന സത്യത്തെ ഉൾക്കൊണ്ടു. ലോകജന്യയുടെ ഇച്ഛയ്ക്കപ്പുറം ഒന്നുമില്ല എന്ന സത്യം നരേന്ദ്രൻ അംഗീകരിച്ചു. ധ്യാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയായ പരമാനന്ദപദത്തിൽ എത്തുമ്പോഴാണ് ഒരു വ്യക്തി യോഗിയായി തീരുക എന്ന സത്യം നരേന്ദ്രൻ അംഗീകരിച്ചു. മാനവ സേവനത്തിന് ഉത്തമ ഉദാഹരണമായ വൻവൃക്ഷങ്ങളെ പോലെ നരേന്ദ്രൻ വളരണമെന്നാണ് ഗുരു ആഗ്രഹിച്ചത്. അതിന് നിർവികൽപ്പ സമാധി എന്ന ആത്മാനുഭൂതി നരേന്ദ്രൻ നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഗുരുജിക്കറിയാമായിരുന്നു. മാനവ സേവനത്തിൽ മുഴുകുമ്പോൾ തൻ്റെ ശിഷ്യൻ ഒരിക്കലും പരാജയപ്പെടുവാൻ പാടില്ല എന്നും അതിന് കൂടുതൽ ആത്മധൈര്യം ആർജിക്കുവാൻ ഉതകുന്നതാണ് നിർവികൽപ്പ സമാധി എന്നും ഗുരുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒരിക്കൽ ധ്യാനനിമഗ്നനായിരുന്ന നരേന്ദ്രൻ ഇഹലോകവുമായുള്ള ബന്ധനത്തിൽ നിന്നും മോചിതനായ സമയത്ത് സുഹൃത്തുക്കൾ ഗുരുവിനോട് ആ അവസ്ഥ ഉണർത്തിച്ചപ്പോൾ സമാധിയിൽ നിന്നും സ്വയം ഉണർന്നുകൊള്ളും എന്നാണ് ഗുരു പറഞ്ഞത്. സമാധിയിൽ നിന്നും ഉണർന്ന നരേന്ദ്രൻ ഗുരുവിനരികിലെത്തിയപ്പോൾ അമ്മ നിനക്കെല്ലാം ദർശനീയമാക്കിയിരിക്കുന്നുവെന്നും ഈ അനുഭൂതി അപൂർവലബ്ധമാണെന്നുമാണ് ഗുരുജി പറഞ്ഞത്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യരിൽ ഏറ്റവും മഹാനായ നരേന്ദ്രനിൽ അദ്ദേഹം ആർജിച്ച ദൈവിക സമ്പത്തിൻ്റെ ഊർജം മുഴുവൻ പകർന്നു നൽകി. ആ ശക്തിയുടെ സഹായത്താൽ നരേന്ദ്രൻ മഹത്കൃത്യങ്ങൾ പലതും നിർവഹിക്കുമെന്നും ഗുരു നരേന്ദ്രനോട് എടുത്തു പറഞ്ഞു. അനേക വർഷത്തെ തീവ്ര തപം കൊണ്ട് പരമഹംസർ ആർജിച്ച ആധ്യാത്മിക ശക്തി മുഴുവൻ അദ്ദേഹം ശിഷ്യനിലേക്ക് കൈമാറി. രാമകൃഷ്ണ സമന്വയമായ ശ്രീരാമകൃഷ്ണന്റെ പ്രസ്താവന പിന്നീട് യാഥാർത്ഥ്യമായി മാറി. സ്വാമി വിവേകാനന്ദന്റെ പരമഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസർ 1886 ഓഗസ്റ്റ് 16 തിങ്കളാഴ്ച പുലർച്ചെ ഇഹലോകവാസം വെടിഞ്ഞുവെന്ന് നമ്മൾ കണ്ടതാണ്. സന്യാസിപദത്തിൽ എത്തിച്ചേർന്ന നരേന്ദ്രൻ സ്വീകരിച്ച പേര് വിവിധിഷാനന്ദൻ എന്നാണ്. പരിവ്രാജകനായി സഞ്ചരിക്കുന്ന നാളുകളിൽ അദ്ദേഹം സച്ചിദാനന്ദൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. വിദേശ പര്യടന വേളയിൽ നരേന്ദ്രൻ്റെ പേര് വിവേകാനന്ദൻ എന്നാക്കി മാറ്റി. വിവേകാനന്ദ സ്വാമികൾ 1890 ബാരാനഗർ വിട്ടു. ഭാരതത്തെ ആത്മീയമായി ഉണർത്തുന്നതിനു വേണ്ടി ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പ്രഭാഷണങ്ങൾ നടത്തിയ അദ്ദേഹം 1897 തിരികെ ബാരാനഗറിൽ എത്തിച്ചേർന്നത്. ഈ 7 വർഷക്കാലം നരേന്ദ്രൻ ഭാരതത്തെ ആത്മീയമായി ഉന്നതിയിലെത്തിക്കാൻ വളരെ വലിയ പങ്കാണ് വഹിച്ചത്. അവിശ്വസനീയമായ ഒരു വിജയഗാഥയായിരുന്നു അത്. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് നരേന്ദ്രൻ ഒറ്റയ്ക്ക് എവിടെയും പ്രചാരണങ്ങൾ നടത്തി. ഈ യാത്രകൾ ഭാരതത്തെ അടുത്തറിയുവാൻ അദ്ദേഹത്തിനെ സഹായിച്ചു. പല ഭാഷകൾ, നിരവധി വേഷങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പലതരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ, ഇങ്ങനെ അനവധി സ്വഭാവത്തോടു കൂടിയ ഒരു ജനതയാണ് ഭാരതത്തിലുള്ളത് എന്ന് നരേന്ദ്രൻ്റെ യാത്രകളിൽ തിരിച്ചറിഞ്ഞു. എന്നാലും ഈ ജനത അടിസ്ഥാനപരമായി ഭാരതീയ സംസ്കാരത്തിൽ ഊന്നി നിൽക്കുന്നവരാണെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. പല രൂപത്തിലുള്ള നിരവധി ഇലകൾ നിറഞ്ഞ ഒരു തായ്തടിയാണ് ഭാരതം എന്ന ബോധ്യപ്പെടൽ നരേന്ദ്രനെ ഹർഷപുളകിതനാക്കി. ദുഃഖമനുഭവിക്കുന്ന ജനതയെ ഉദ്ധരിക്കുക എന്നത് തൻ്റെ കർത്തവ്യമായി നരേന്ദ്രൻ അനുഭവപ്പെട്ടു. അക്കാലത്ത് അലഹബാദിൽ നിന്നും അല്പം അകലെ ഖാസിപ്പൂർ എന്ന പ്രദേശത്ത് അല്പം പച്ചിലകൾ മാത്രം ഭക്ഷിച്ച് ഹഠയോഗത്തിലും രാജയോഗത്തിലും അതുല്യ അഭ്യാസിയായ പണ്ഡിതനായ പവഹാരി ബാവ എന്ന പൂജ്യനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ യോഗാഭ്യാസം പഠിക്കുവാൻ നരേന്ദ്രൻ തീരുമാനിച്ചു. എന്നാൽ യോഗാഭ്യാസം പഠിക്കുവാൻ നിശ്ചയിച്ചിരുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം നരേന്ദ്രൻ കട്ടിലിൽ വിശ്രമിക്കുവാനായി കിടന്ന സമയം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ രൂപം വളരെ ദുഃഖഭാവത്തിൽ അരികിൽ നിൽക്കുന്നതായി നരേന്ദ്രന് അനുഭവപ്പെട്ടു.
തനിക്ക് പകരം വേറൊരു ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നതിലുള്ള ദുഃഖമാകാം അത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അന്ന് ആ ഉദ്യമം വേണ്ട എന്ന് വിചാരിച്ചു. വീണ്ടും പല ഒരു വിദ്യ അഭ്യസിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിഞ്ഞതുമില്ല. നരേന്ദ്രൻ തൻ്റെ ലോകസഞ്ചാരത്തിനിടയിൽ ആൾവാറിൽ എത്തിച്ചേർന്നു. ആംഗലേയ സംസ്കാരത്തിൻ്റെ തനി പകർപ്പായ രാജാവ് മൂർത്തിമത് സങ്കല്പത്തിനെതിരായിരുന്നു. പല ഹൈന്ദവാചാരങ്ങളോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്ന ആ രാജാവിൻ്റെ വിഡ്ഢിത്ത പ്രഭാഷണത്തിന് ശേഷം വിവേകാനന്ദൻ ദിവാനോട് ചുവരിൽ തൂക്കിയിരുന്ന രാജാവിൻ്റെ പടം നിലത്തെടുത്തെറിയുവാനും പരമാവധി അവഹേളിക്കുവാനും ആവശ്യപ്പെട്ടു. എന്നാൽ രാജഭക്തനായ ദിവാന് അതിന് കഴിഞ്ഞില്ല. അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, ഈ ഒരു ബന്ധമാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ളത് എന്ന്. വിഗ്രഹത്തിൽ ഭക്തൻ ദർശിക്കുന്ന സാക്ഷാൽ ഈശ്വരനെയാണ് നരേന്ദ്രൻ ഇവിടെ എടുത്തു കാണിച്ചത്. തൻ്റെ മനോഭാവങ്ങൾക്ക് പരിവർത്തന വിധേയനായി രാജാവ്. തൻ്റെ യാത്രകൾക്കിടയിൽ നരേന്ദ്രൻ ഒരു സ്റ്റേഷനിൽ വിശ്രമിക്കുന്ന വേളയിൽ ഒരു കച്ചവടക്കാരന് അരികിൽ 2 ദിവസമായി അദ്ദേഹം പട്ടിണിയോടെ ഇരുന്നു. സന്യാസിയോട് വളരെ പുച്ഛമായിരുന്നു ആ കച്ചവടക്കാരന്. പണിയെടുത്ത് ജീവിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആ സമയം ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തി തൻ്റെ സ്വപ്നത്തിൽ ശ്രീരാമദർശനപ്രകാരം നരേന്ദ്രന് ഭക്ഷണവും വെള്ളവും കൊണ്ടുചെന്നു കൊടുത്തു. അപ്പോൾ കച്ചവടക്കാരൻ അത്ഭുതാതിരേകത്താൽ നരേന്ദ്രൻ്റെ കാലുകളിൽ വീണു വണങ്ങി. ഏതൊരു യാത്രയിലും നരേന്ദ്രൻ എപ്പോഴും കൂടെ കരുതിയിരുന്ന ഒരു വിശിഷ്ട ഗ്രന്ഥമായിരുന്നു ഭഗവത്ഗീത. ഭഗവത്ഗീത ഉപനിഷത്തുകളുടെയും വേദസംഹിതകളുടെയും എല്ലാം കടഞ്ഞെടുത്ത സത്തയാണ് എന്ന് നരേന്ദ്രന് അറിയാമായിരുന്നു. കൂരിരുളിൽ നല്ല തെളിച്ചമുള്ള വൈദ്യുത ബൾബ് എപ്രകാരമാണോ പ്രകാശം പരത്തുന്നത്, അപ്രകാരം അന്ധകാരമയമായ മനസ്സുകളിൽ പ്രകാശം വിതറുവാൻ ഭഗവത്ഗീത സഹായിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. കർമ്മോത്തുംഗമായ ഉത്തമ ഭാരതത്തെ വാർത്തെടുക്കുവാൻ ആ ഒരു ചെറുഗ്രന്ഥത്തിന് സാധിക്കുമെന്ന് നരേന്ദ്രൻ വിശ്വസിച്ചു. ഭഗവത്ഗീതയിൽ ആരാധനാക്രമങ്ങളോ ഉച്ചനീചത്വങ്ങളോ ജാതീയ സ്പർദ്ധയോ പരാമർശിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് സ്വാമി വിവേകാനന്ദന് ആ ഗ്രന്ഥത്തിൽ കൂടുതൽ ആകർഷണമുണ്ടാക്കുവാൻ കാരണം. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വായ്മൊഴിയായി കരുതപ്പെടുന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളിൽ ബഹുഭൂരിപക്ഷവും കർമ്മോത്സുകതയ്ക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ്. സ്വാമി വിവേകാനന്ദന്റെ ആഹ്വാനമായ ഉത്തിഷ്ഠത ജാഗ്രത എന്ന ആത്മബോധത്തിനുറവിടമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭാരതീയ സംസ്കൃതിയുടെ പൈതൃക സ്വത്തായി ഓരോ ഭാരതീയനും നെഞ്ചിലേറ്റേണ്ട ഒരു അമൂല്യ ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. കലികാലാർണവം താണ്ടി ശരിയായ ദിശാബോധത്തോടെ മറുകരയെത്തുവാൻ ഗീതാദേവി ഒരു തുഴയായി നിൽക്കുന്നു. ഭാരത സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും ഭാരതഭൂമിയുടെ വിവിധ പ്രദേശങ്ങൾ സഞ്ചരിക്കുന്നതിനും പല മനുഷ്യരുടെ പല പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിനും പാശ്ചാത്യ നാടുകളിൽ ഭാരതത്തെ തിളക്കമുള്ളതാക്കി മാറ്റണമെന്ന് സ്വാമി വിവേകാനന്ദന് നന്നായി അറിയാമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസങ്ങളും അതിനു വേണ്ടിയുള്ളതായിരുന്നു. സ്വാമി വിവേകാനന്ദൻ എത്ര വലിയ വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ആത്മീയത ലോകത്തിൻ്റെയും ഓരോ മനുഷ്യ മനസ്സുകളുടെയും ഓരോ ജീവിതങ്ങളുടെയും ഉയർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് എന്ന് തിരിച്ചറിയുന്നത് നമ്മളുടെ ഏവരുടെയും കർത്തവ്യമാണ്, കടമയാണ്. ജയ് ശ്രീകൃഷ്ണ. ജയ് വിവേകാനന്ദ. ഭാരത് മാതാ കി ജയ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.